ഹലോ, ട്വിനിങ് ഏഞ്ചൽസിൻ്റെ അമ്മയാണേ. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി പറയാം കേട്ടോ. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് നമ്മുടെ ഏത്തപ്പഴമാണ്. അത് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ലോണം പഴുത്തതാണെങ്കിൽ കുറച്ചധികം തിക്നെസ്സോടുകൂടി കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ പഴമൊക്കെ ആണെങ്കിൽ നൈസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഒരു പാന് സ്റ്റൗവിൽ വയ്ക്കുക. ഞാൻ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതാണ് എപ്പോഴും ഹെൽത്തി. അതിനുശേഷം ഇതിലേക്ക് അല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാത്രത്തിൻ്റെ എല്ലായിടത്തും പറ്റുന്നത് പോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കാനുള്ള സാധ്യതയൊക്കെ കുറയും. അപ്പം കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാവർക്കും തന്നെ അറിയുന്ന റെസിപ്പി ആയിരിക്കും, കാരണം പണ്ട് തൊട്ടേ കുഞ്ഞുമക്കൾക്കൊക്കെ വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കുന്നൊരു സാധനം തന്നെയാണ്. ഞാൻ പിന്നെ എൻ്റേതായ രീതിയിൽ അതിൻ്റെ ഷേപ്പൊക്കെ കുറച്ചൊന്ന് മാറ്റം വരുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഴം ഇട്ടതിന് ശേഷം അതിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് കുഴഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് അങ്ങനെ ഒരു പരുവത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടിത് ഇളക്കി കൊടുത്തു. അത്യാവശ്യം പഴത്തിൻ്റെ നിറമൊക്കെ മാറി വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം പഴത്തിൻ്റെ നിറമൊക്കെ മാറി ഈ ഒരു നിറമൊക്കെ ആകുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. ഇനി ഒരു മുട്ട വേണം, പുഴുങ്ങിയ മുട്ട ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ആ മുട്ട കൂടി ഗ്രേറ്റ് ചെയ്തത് നമ്മൾ ഈ ഏത്തപ്പഴത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണേ. മുട്ട ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുട്ട ഇങ്ങനെ കടിച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പിള്ളേർ ഇത് അറിയാണ്ടങ്ങ് കഴിച്ചു പോയിക്കോളും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ പുഴുങ്ങിയ മുട്ടയായിട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു മടുപ്പായിരിക്കുമല്ലോ. അപ്പം തുടർച്ചയായിട്ട് അങ്ങനെയൊക്കെ കൊടുത്താൽ കഴിക്കണമെന്നില്ല. അപ്പോൾ മുട്ട കൂടി ചേർത്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നട്ട്സ് പൗഡറോ അല്ലെങ്കിൽ ചിരകിയ തേങ്ങയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, പഴവും മുട്ടയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇച്ചിരി ചൂടാറിയ ശേഷം വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ തന്നെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മുട്ട രണ്ടായിട്ട് പകുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ചെറിയ ലഡു പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുവാണേ. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു കാണുമ്പോൾ ഒരു രസമൊക്കെ തോന്നുമല്ലോ. നല്ല കളർഫുള്ളും കൂടെ ആയതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട്, അതായത് അവർക്ക് കയ്യിലെടുക്കാൻ പാകത്തിനുള്ള കുഞ്ഞി ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും അവർ കഴിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പല രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ചിലതൊക്കെ കഴിക്കും, ചിലതൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. ആ ഒരു രീതിയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇതെല്ലാ കുട്ടികളും ഉറപ്പായിട്ടും കഴിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് പ്ലേറ്റിലാക്കിയിട്ട് അവർക്ക് കൊണ്ട് കൊടുത്തു. അപ്പം അവരിപ്പം സ്വയം എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവരുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇടയ്ക്ക് അവർ വന്ന് എടുത്തു നോക്കും, ചിലപ്പോൾ ഉരുട്ടി കളിക്കും, കുറച്ചൊക്കെ വായിൽ വെച്ച് നോക്കും, അങ്ങനെയൊക്കെയായിരുന്നേ. എന്തായാലും 2 പേർക്ക് ഈ രീതിയിൽ കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം 2 പേരും കഴിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം എനിക്ക് ശരിയായി. ഇനി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.